Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയിന്റ് ആയ ദ ബനാന കിക്ക് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കോട് കൂടെ ഫിസിക്സ് ഓഫ് ഫുട്ബോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ ബനാന കിക്ക്? A curved kick in football that bends the ball path in the shape of a banana is called the banana kick. നമ്മുടെ ഫുട്ബോളിൽ ബെൻഡ് ചെയ്ത്, അതായത് ഒരു ബനാനയുടെ ഷേപ്പിൽ ബോൾ ബെൻഡ് ചെയ്ത് പോകുന്ന കിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബനാന കിക്ക് എന്ന് പറയുന്നത്. When a ball is kicked with spin, it creates a difference in air pressure around it. നമ്മളൊരു ബോള് സ്പിൻ ചെയ്തിട്ട് കിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോളിന് ചുറ്റുമുള്ള എയർ പ്രഷർ ചേഞ്ച് ആവും. ദ സ്പിന്നിങ് മോഷൻ ക്രിയേറ്റ്സ് എ ബൗണ്ടറി ലെയർ ഓഫ് എയർ അറൌണ്ട് ദ ബോൾ. ഈ ഒരു സ്പിന്നിങ് മോഷൻ കാരണം നമ്മുടെ ബോളിന് ചുറ്റുമായിട്ട് ഒരു ബൗണ്ടറി ലെയർ, എയറിന്റെ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. The air flows faster on one side of the ball and slower on the other, creating an imbalance of pressure. ഇങ്ങനെയാവുന്ന സമയത്ത് നമ്മളെ ബോളിന്റെ ചുറ്റും എയർ ഒരു സൈഡില് സ്പീഡില് മൂവ് ചെയ്യും, എന്നാൽ അടുത്ത സൈഡില് അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇത് കാരണം ഇവിടെ എയറിന്റെ ഒരു പ്രഷറിൽ ഇൻബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ദിസ് പ്രഷർ ഡിഫറൻസ് ജനറേറ്റ്സ് എ സൈഡ് വേ ഫോഴ്സ് കോസിംഗ് ദ ബോൾ ടു കർവ് ഇൻ ഫ്ലൈറ്റ്. ഈ ഒരു പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പ്രഷർ വേരിയൻസ് കാരണം നമ്മുടെ ബോളിന്റെ സൈഡിലായിട്ട് ഒരു സൈഡ് വേ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും ഈ സൈഡ് വേ ഫോഴ്സ് കാരണം നമ്മൾ ബോള് കർവ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്യുകയും ചെയ്യും. The Magnus effect is responsible for the curved trajectory of spinning balls in sports. സ്പോർട്സിൽ ഈ ബനാന കിക്ക് അല്ലെങ്കിൽ ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേർവ്ഡ് ട്രാജക്ടറി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മാഗ്നസ് ഇഫക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പേയും മാഗ്നസ് ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാഗ്നസ് ഇഫക്റ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. It is a phenomenon where a spinning object experiences a force perpendicular to its direction of motion and its axis of rotation, resulting in a curved trajectory is known as Magnus effect. So, എന്താണ് മാഗ്നറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു സ്പിന്നിങ് ഒബ്ജക്റ്റിന് അതിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഒരു കേർവ്ഡ് ട്രാജക്ടറിയിൽ മൂവ് ചെയ്യും. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഇമേജ് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ PDF റെഫർ ചെയ്യണേ. ഇമേജ് ഇവിടെ നോക്കൂ, നമ്മുടെ ബോൾ റൊട്ടേറ്റിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. ഇത് കാരണം നമ്മുടെ ഒരു ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ എടുക്കുന്നുണ്ട്, താമസം എടുക്കുന്നുണ്ട് അല്ലേ? So the figure shows the rotation of the balls leads to an asymmetric separation. നമ്മളെ ബോളിന്റെ റൊട്ടേഷൻ കാരണം ഒരു അസിമെട്രിക് സെപ്പറേഷൻ ഓഫ് എയർ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, the Magnus effect is a phenomenon where a spinning ball deflects air and experiences a sideway force causing the ball to curve or change direction. So മാഗ്നസ് ഇഫക്റ്റിന് നമുക്ക് ഒന്നും കൂടി സിമ്പിളായിട്ട് എങ്ങനെ പറയാം? ഒരു സ്പിന്നിങ് ബോള് അതിന് ചുറ്റുമുള്ള എയറിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു സൈഡ് വേ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും ആ ഫോഴ്സ് കാരണം ബോള് ഒരു കേർവ്ഡ് ട്രാജക്ടറിയിൽ അല്ലെങ്കിൽ ഒരു കേർവ് അല്ലെങ്കിൽ ഒരു വേറെ ഒരു വളഞ്ഞിട്ടുള്ള ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു എഫക്റ്റിനെ നമ്മൾ മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയുന്നു. This force is the result of the conservation of momentum. ഇങ്ങനെ ഈ ഒരു സൈഡ് വേ ഫോഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നില്ലേ, ഇത് എന്തിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ്? കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇവിടെ ഒരു സൈഡ് വേ ഫോഴ്സ് എഫക്ട് ചെയ്യുന്നത്. Where the spinning ball moves in the opposite direction of the deflected air. ഇവിടെ എയർ ഡിഫ്ലക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഡിഫ്ലക്റ്റഡ് എയറിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ സ്പിന്നിങ് ബോൾ മൂവ് ചെയ്യുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ദ സ്പിൻ റിസൾട്ടിങ് ഇൻ എ കേർവ്ഡ് ഫ്ലൈറ്റ് പാത്ത്. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മുടെ ബോളിന്റെ
ഡയറക്ഷൻ, അതായത് ഡയറക്ഷൻ ഓഫ് ദ സ്പിൻ ഓഫ് ദ ബോളിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം സൈഡ് സ്പിൻ ഓഫ് ദ ബോൾ കാണിക്കുന്നുണ്ട് അല്ലെ, അതേപോലെ തന്നെ മൊമെന്റം വിത്ത് സൈഡ് വേ കോമ്പണന്റ് കാണിക്കുന്നുണ്ട്. സോ ദ ഫിഗർ ഷോസ് എയർ ഫ്ലോ ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്പിൻ. എയർ ഫ്ലോ സ്പിന്ന് കാരണം ഡിഫ്ലക്റ്റ് ആവുന്നുണ്ട് വിത്ത് എ സൈഡ് വേ റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ ബോൾ. ഇത് കാരണം അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു സൈഡ് വേ റിയാക്ഷൻ ഫോഴ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഇവിടെ ഈ ഒരു ഇമേജ് കാണിക്കുന്നത് നമ്മുടെ ബനാന കിക്കിനെയാണ്. ദ ഇമേജ് ഷോയിങ് ദ ഡയറക്ഷൻ ദ കേൾസ് ഇൻ ദ റെസ്പോൺസ് ടു ദ ഡയറക്റ്റ് ഓഫ് സ്പിൻ. ഇവിടെ ഫ്ലൈറ്റ് പാത്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സൈഡ് ഫോഴ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സ്പിൻ ഇമ്പാർട്ടഡ് ഓൺ ദ ബോൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ when the spinning ball exceeds a certain speed, boundary layer becomes unstable. നമ്മൾ സ്പിൻ ചെയ്യുന്ന ബോൾ ഒരു പർട്ടിക്കുലർ സ്പീഡ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് ബൗണ്ടറി ലെയർ അവിടെ അൺസ്റ്റേബിൾ ആയിട്ട് മാറും. Then the turbulence occur on the one side of the ball. ഇത് കാരണം ഇവിടെ ഒരു ബൗണ്ടറി ലെയർ അൺസ്റ്റേബിൾ ആയതിനു ശേഷം അവിടെ എന്ത് ഒക്കർ ചെയ്യും, ഒരു ടെർബുലൻസ് ഒക്കർ ചെയ്യും എവിടെ, ബോളിന്റെ സൈഡിലായിട്ട്. Then the flow pattern of the ball is reversed. As a result, force exerted on the ball is reversed. This is inverse magnet effect. So a force exerted on the ball is reversed. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്ത, ആ ബോളിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനും റിവേഴ്സ് ആവും. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയും. ഇതിനെന്താണ് പറയുന്നത്, ഇൻവേഴ്സ് മാഗ്നറ്റ് ഇഫക്റ്റ്. സോ ഇൻവേഴ്സ് മാഗ്നറ്റ് ഇഫക്റ്റ് ഇസ് ദ ഫിനോമിന where the force on a spinning object moves in the opposite direction. So inverse Magnus effect നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is a phenomenon where the force on a spinning object moves in the opposite direction. അതായത് ഒരു സ്പിന്നിങ് ഒബ്ജക്റ്റിന്റെ മുകളിൽ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അത് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. ഇതിനെ നമ്മൾ ഇൻവേഴ്സ് മാഗ്നസ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ റിമൈനിങ് ടോപ്പിക്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫിസിക്സ് ഓഫ് ഫുട്ബോളിലുള്ള പോയിന്റ്സ്.